ഇന്നത്തെ ചില പത്രങ്ങളൊക്കെ ജനങ്ങളെ നേരിടാൻ സൈന്യത്തെ ഗവൺമെൻറ് ഇറക്കുന്നു. തെറ്റാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കയറുന്നില്ലെങ്കിൽ, അവരെ കാണാൻ വരുന്നവരെ കയറ്റുന്നില്ലെങ്കിൽ ഭരണസ്തംഭനമാണ്. ശ്രീ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, ഞങ്ങൾ സമരം നടത്തുന്ന സമാധാനപരമാണ്. എങ്കിൽ ഒരു പ്രശ്നവുമില്ല. കാരണം ഇവിടെ ഇപ്പോൾ 2 മാസമായിട്ട് നടക്കുക ഇത് സംബന്ധിച്ചിട്ടുള്ള സമരങ്ങൾ. ആ സമരത്തിൽ എവിടെങ്കിലും അനാവശ്യമായി പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? രാപകൽ സമരം, മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിങ്കൊടി കാട്ടുന്ന സമരം. പക്ഷേ സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ 4 ഗേറ്റും സ്തംഭിപ്പിക്കുന്ന രീതിയിലായാൽ അത് ഇല്ല. ഞാൻ ഇടതുപക്ഷത്തോട് തന്നെയാണ് ചോദിക്കുക, അവരാ ഭരിക്കുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? കഴിഞ്ഞ 43 കൊല്ലമായിട്ട് ഉള്ള ഒരു സിസ്റ്റമുണ്ട്. അത് കണ്ടോൺമെൻറ്റ് ഗേറ്റ് അത് തുറക്കും, അതിലേക്കുള്ള റോഡുകളും തുറന്നിരിക്കും. അതാണ് എല്ലാ കാലത്തും അംഗീകരിച്ചിട്ടുള്ളത്. അതുപോലൊരു സാഹചര്യം ഉണ്ടാകണം എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് കൊറിയൻ കമ്പനിക്ക് കരാറ് കൊടുത്തതിൽ അപാകതയുണ്ട്, അത് ഈ കേസിലെ പ്രതികൾക്കുമായിട്ട് ബന്ധമുണ്ട്. ശരി, നമുക്കത് പരിശോധിക്കാം. ഏറ്റവും ഒടുവിൽ വന്ന പരാതിയ ഇതുമായിട്ട് ബന്ധമുണ്ട്, ഇവരെ സഹായിച്ചു. ശ്രീ കോടിയേരി പറയുന്നത് പോലെ കാര്യങ്ങളാണെങ്കിൽ ഇവരെ സഹായിച്ചു എന്നതാണ് വന്നിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിസിറ്റി ബോർഡ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അതുകൊണ്ട് തൃപ്തിയാകുന്നില്ലെങ്കിൽ നമുക്കത് പരിശോധിക്കാം. തയ്യാറുണ്ടോ? വെസ്റ്റ് ബംഗാളിൽ ശാരദാ ഗ്രൂപ്പ് ചിട്ടി കമ്പനിയിൽ 3000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. 3000 കോടി രൂപയുടെ തട്ടിപ്പ് 14 ലക്ഷം ഗ്രാമീണരുടെ കയ്യിൽ നിന്നാണ് ഈ 3000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. അതിനെതിരെ CPM കൽക്കട്ടയിൽ സമരമില്ല, വെസ്റ്റ് ബംഗാളിൽ സമരമില്ല. നാളെ ശ്രീ പ്രകാശ് കാരാട്ട് ഇവിടെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം കൽക്കട്ടയിൽ പോകാത്തത്? എന്തുകൊണ്ടാണ് അവിടെ സെക്രട്ടേറിയറ്റ് വളയാത്തത്? ഇവിടെ ഏതാനും പേർക്ക് വന്ന നഷ്ടം 7 കോടി രൂപയെങ്കിൽ അവിടെ 14 ലക്ഷം ഗ്രാമീണരിൽ നിന്ന്, സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത തുകയാണ് 3000 കോടി രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത്.